ആരും അറിയാത്ത എവിടെയെങ്കിലേക്ക് പോയാൽ. അപ്പം ഞാൻ ചിന്തിച്ചു, ഞാൻ നാളെ ഇവിടം വിട്ടുപോയാൽ എൻ്റെ ഭാര്യ പ്രസന്ന വളരെ സങ്കടത്തോടെ എന്തൊക്കെ വന്നു പറഞ്ഞു, ഞങ്ങൾക്ക് കുറച്ച് വിഷമം മേടിച്ചാൽ എനിക്ക് പിള്ളേർക്കും ഇനി ജീവിക്കണ്ട. കണ്ണു തുറന്നപ്പോൾ ഞാൻ കാണുന്ന ക്രിസ്തുവിനെയാണ്, ക്രിസ്തുവിൻ്റെ അതേ രൂപം. ഞാനങ്ങ് ഞെട്ടി. അപ്പം ഞാൻ പൊട്ടിക്കരഞ്ഞു. ഹൃദയം നുറുങ്ങിയവർക്ക് ഞാൻ ആശ്വാസത്തിന്റെ തുരുത്താണ്. എല്ലാം നഷ്ടപ്പെട്ടു പോയോ? ജീവിതത്തിൽ നിങ്ങൾക്ക് ആരുമില്ലയോ? കിടക്കുവാൻ സ്ഥലമില്ല, കഴിക്കുവാൻ ആഹാരമില്ല. ഒരുപക്ഷെ നിങ്ങൾ പറയുക, ഞാൻ തോറ്റുപോയി. ഇല്ല, എനിക്ക് കഴിയത്തില്ല. ആത്മഹത്യയാണ് അവസാനത്തെ പരിഹാരമെന്ന് കരുതുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇന്ന് കോഫി വിത്ത് ലൂക്ക് നിങ്ങൾക്ക് വെട്ടി തരുന്ന ഒരു വഴിയുണ്ട്. ആ വഴിയിലേക്ക് ഞാൻ വരുന്നതിന് മുമ്പ് ഒരുപക്ഷെ നിങ്ങൾ അറിയാത്ത, എന്നെ ആരും കാണുന്നില്ലയോ, എന്നെ ആരും ശ്രദ്ധിക്കുന്നില്ലയോ, ഞാൻ അനാഥനാണ്, എനിക്ക് ആരുമില്ല എന്ന് പറയുമ്പോൾ ഒരു വാക്ക് ഞാൻ നിങ്ങളോട് പറയാം, ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്, ഞാനല്ല. വെൽക്കം ടു കോഫി വിത്ത് ലൂക്കിൽ ഒരു ചരിത്രപരമായ ദൗത്യത്തിനു വേണ്ടി ഇറങ്ങിത്തിരിച്ചൊരു മനുഷ്യൻ. അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. ഗാന്ധി ഭവൻ എന്ന് പറയുന്ന 2500-ലധികം അന്തേവാസികളുള്ള, 47-ലധികം പ്രോജക്ട്സ് ഉള്ള, എയ്ഡ്സ് രോഗികൾ മുതൽ നാനാ തരത്തിലുള്ള അസുഖം ബാധിച്ചവർ, എല്ലാം നഷ്ടപ്പെട്ടു പോയവരെ മാറോട് ചേർത്ത് പിടിക്കുന്ന ഒരു സ്ഥാപനവും അതിൻ്റെ അമരക്കാരനുമാണ് സോമരാജൻ എന്ന് പറയുന്ന സോമരാജൻ്റെ സ്നേഹ ടീം. സർ, വെൽക്കം ടു കോഫി. ഒരിക്കൽ അങ്ങയുടെ ഭാര്യ പറഞ്ഞു, മനുഷ്യ, നിങ്ങൾ എന്തിനാ ഞാൻ കുറച്ച് വിഷം പിടിച്ച് തന്ന് ഞങ്ങളെ കൊന്നുകൂടെ? വീടും കൂടും എല്ലാം വിറ്റ് ഷെഡുകളൊക്കെ ആയി അന്തേവാസികൾക്ക് ആഹാരം കൊടുക്കാൻ കഴിയാതെ അങ്ങ് കരയുകയും ഉറങ്ങാതെ കിടന്ന സമയം കളഞ്ഞിട്ട് പോയാൽ എന്താണെന്ന് ചിന്തിച്ച സോമരാജൻ എന്നൊരു മനുഷ്യനുണ്ട്. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെയൊക്കെ ഏതോ ഒരു കരം അങ്ങറിയാതെ ഒരു അദൃശ്യമായ പാദങ്ങൾ അങ്ങേ പിടിതു. അങ്ങ് പ്രതിസന്ധിയിലായിരുന്നപ്പോൾ അങ്ങേ താങ്ങിയിരുന്നു. ആ ഒരു അനുഭവം എന്ന് പറഞ്ഞു. എൻ്റെ ഹൃദയത്തിൽ വല്ലാത്ത കോരിത്തരിപ്പ് ഓർക്കുമ്പോൾ ഇപ്പോഴും ഉണ്ടാകും. 2006 ഒരു ദിവസമാണ്. ഇവിടെ ഭക്ഷ്യവസ്തുക്കളെല്ലാം ചേർന്നു. പല സ്ഥാപനങ്ങളിൽ നിന്ന് കടം വാങ്ങിയിട്ടുണ്ട്, പലരെ ഇന്ന് കടം വാങ്ങി. ഒടുവിൽ ആരും തരാതായി. ആട്ടിപ്പായിക്കാൻ തുടങ്ങി. സാധനങ്ങൾ വാങ്ങാൻ ചെല്ലുന്ന കടയിൽ ആട്ടിപ്പായിക്കാൻ തുടങ്ങി. അവൻ രാത്രിയിലായപ്പോൾ ആഹാരമില്ല. എന്തൊക്കെയോ ഈ കൃഷി വിഭവങ്ങളൊക്കെ അന്ന് ചെറുതായിട്ടൊക്കെ ഉണ്ടാക്കി എല്ലാവരും കൊടുത്തു. എൻ്റെ ഭാര്യ പ്രസന്ന വളരെ സങ്കടത്തോടെ എന്തൊക്കെ വന്നു പറഞ്ഞു, ഞങ്ങൾക്ക് കുറച്ച് വിഷം മേടിച്ചാൽ എനിക്ക് പിള്ളേർക്കും ഇനി ജീവിക്കണ്ട. ഞാൻ എന്ത് പറ്റി? അത് ഇത്രയും ആളെ പട്ടിണി ഇട്ടുകൊണ്ട് 120 പേരുണ്ട്, അവരെ പട്ടിണി ഇട്ടുകൊണ്ട് ഞങ്ങൾക്ക് ജീവിക്കണ്ട എന്ന് വളരെ സങ്കടപ്പെടുകയും കരയുകയും ചെയ്തു. അപ്പം ഞാൻ കയറി കിടന്നു. രാത്രി കട്ടിൽ കിടന്ന് എനിക്ക് ഉറക്കം വരുന്നില്ല. ഞാൻ തലേനെ എടുത്ത് ചാരി വെച്ചുകൊണ്ട് ഉറങ്ങാൻ ശ്രമിക്കുക. അപ്പോഴെൻ്റെ മനസ്സിൽ ഞാൻ ആലോചിക്കുന്നത്, അങ്ങ് പുറപ്പെട്ടു പോയാലോ, ആരും അറിയാത്ത എവിടെയെങ്കിലേക്ക് പോയാൽ. അപ്പം ഞാൻ ചിന്തിച്ചു, ഞാൻ നാളെ ഇവിടം വിട്ടുപോയാൽ പിന്നീട് ആളുകൾ പറയുന്നുണ്ട്, അവൻ സമൂഹത്തെ മൊത്തം കബളിപ്പിച്ച് കാശും കൊണ്ട് മുങ്ങി എന്ന് പറയും. ചുറ്റി മുങ്ങിയ സമയമാണ് മുങ്ങി എന്ന് പറയും. അപ്പോൾ എൻ്റെ മക്കൾ നടന്നു പോകുമ്പോൾ അവർക്കൊന്നും ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞില്ല, ഉള്ളതും കൂടെ ഇതിനകത്ത് മുടക്കി. അപ്പം സമൂഹം പറയും, ഇതാ കള്ളൻ്റെ മക്കൾ പോകുന്നു. അപ്പോൾ എനിക്കിത് രണ്ടിനും പറ്റാത്ത, ഇറങ്ങാനും പറ്റുന്നില്ല, നിൽക്കാനും പറ്റാത്തൊരവസ്ഥയിൽ ഞാനങ്ങനെ വീർപ്പ് മുറ്റി സങ്കടപ്പെട്ട് ഉറങ്ങി. ഉറക്കത്തിൽ ഞാനിങ്ങനെ തല ഇങ്ങനെ കട്ടിലിൻ്റെ പടിയിൽ വെച്ചിരിക്കുകയാണ്. എൻ്റെ നെറ്റിയിലൊരു നെടുത്ത ഒരു തണുപ്പിങ്ങനെ വരുന്നു. ഞാൻ പതുക്കെ കണ്ണു തുറന്നു. ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ തടകുന്ന അനുഭവം. കണ്ണു തുറന്നപ്പോൾ ഞാൻ കാണുന്ന ക്രിസ്തുവിനെയാണ്, ക്രിസ്തുവിൻ്റെ അതേ രൂപം. ഞാനങ്ങ് ഞെട്ടി.
എൻ്റെ ഉള്ളിൽ വലിയൊരു തീജ്ജാല പോലെ ഒരവസ്ഥ. അപ്പം ഞാൻ പൊട്ടിക്കരഞ്ഞു. കരഞ്ഞിട്ടുള്ള മഹാനായ അങ്ങയുടെ ഒരു ദാസനായി ഉള്ള ഒരാളാണ് ഞാൻ. എൻ്റെ ഈ സങ്കടം എനിക്ക് താങ്ങാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞു. അന്നേരം എന്നോടൊരു വാക്ക്, നീ എന്നെ കണ്ടിട്ടില്ലേ? നീ എന്നെക്കുറിച്ച് ആലോചിച്ചിട്ടില്ലേ? നീ എന്നെ പിന്തുടരുക, ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്. എത്ര പവർഫുള്ളായിട്ടുള്ള വാക്കുകളാണ്. ലോകം കണ്ട ഏറ്റവും വലിയ വിപ്ലവകാരിയാണ് യേശുക്രിസ്തു. ഞാനൊരു ക്രൈസ്തവനായതുകൊണ്ട് പറഞ്ഞതല്ല. യേശുക്രിസ്തു ഏതെങ്കിലും ജാതികൾക്ക് വേണ്ടിയോ ഏതെങ്കിലും മതങ്ങൾക്ക് വേണ്ടിയോ ഒന്നല്ല. ദൈവസ്നേഹത്തിൻ്റെ വലിയ പൊരുള് ഈ ഭൂമിയിലേക്ക് അത് തിരുനാളമായി മാറിയ ആ ഒരു സ്നേഹം. അദ്ദേഹം പറഞ്ഞ ഒരു സംഭവം ഞാനിപ്പോഴും ഓർക്കുന്ന ഈ ബൈബിളിലൊരു മുടിയനായ പുത്രൻ്റെ കഥയുണ്ട്. ഈ മുടിയനായ പുത്രൻ അപ്പൻ്റെ നിന്നെല്ലാം മേടിച്ചുകൊണ്ടങ്ങ് പോയി. അവസാനം ഇവന് പോയി പന്നിക്ക് കൊടുക്കുന്ന എല്ലാമൊക്കെ കഴിച്ച് തോന്നിയ മാസമായിട്ട് ജീവിച്ചത് എല്ലാം നഷ്ടപ്പെട്ട് അവൻ്റെ മേലങ്കികളൊക്കെ പോയി എല്ലും കോലുമായിട്ട് അവൻ വീട്ടിലേക്ക് വരിക. അവൻ്റെ അപ്പൻ ദൂരെ നിന്ന് അവനെ കണ്ടു. അപ്പൻ ഓടിച്ചെന്ന് എന്ത് ചെയ്തു? അവനെ കെട്ടിപ്പിടിച്ച് അവന് മോതിരം ഇട്ട് കൊടുത്തു. അവിടുത്തെ ഏറ്റവും നല്ല അത് അവിടുത്തെ തൊഴുത്തിൽ നിന്നുള്ള ആടിനെ പിടിച്ചു അറുത്ത് എല്ലാം കൊടുത്തു. അപ്പോൾ അവിടെ ഈ അപ്പനോട് കൂടെ ഉണ്ടായിരുന്നൊരു മകനുണ്ടായിരുന്നു. അപ്പം മകൻ അപ്പനോട് ചോദ്യം ചോദിച്ചു, അപ്പം ഞാൻ എല്ലാ ദിവസവും നിൻ്റെ കൂടെ ഉണ്ടായിരുന്നു, നിനക്ക് വേണ്ടി എല്ലാ ജോലിയും ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷെ നീ ഇന്ന് വരെ എനിക്കൊന്നും തന്നിട്ടില്ലല്ലോ. അപ്പോൾ ഈ അപ്പൻ പറഞ്ഞൊരു മറുപടിയുണ്ട്, മോനെ നീ എല്ലായ്പ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. വാസ്തവത്തിൽ ഇത് ലോകം കാണുമ്പോൾ നിങ്ങൾ തിരിച്ചറിയണം. സോമരാജൻ, യൂസഫ് അലി സാറ്, അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട പിണറായി മുഖ്യമന്ത്രി, ഇങ്ങനെയുള്ള വലിയൊരു ടീം, ഇവിടെ 300-ലധികം സ്റ്റാഫുകൾ, അല്ലെങ്കിൽ ലോകത്തിൽ ഏറ്റവും പ്രമുഖന്മാരായിട്ടുള്ള ഏറ്റവും ശ്രേഷ്ഠന്മാരായിട്ടുള്ള ആളുകളുടെ അല്ലെങ്കിൽ നിരവധി ബോർഡുകൾ വെച്ച വാഹനങ്ങളാണ് വന്നു വരുന്നത്. പക്ഷെ ഇതിന് പിന്നാമ്പുറമുണ്ട്. നോക്കുക, മരിച്ചാൽ മതി, പഴിച്ചു പറയുന്ന ഭാര്യ, മക്കളും നിരാശപ്പെട്ടു, എന്തിനാ ഈ ജീവിതം, എന്തിനു ഞങ്ങളെ കുഴിയിലാക്കിയെന്ന് പറഞ്ഞ സോമരാജൻ എന്ന് പറഞ്ഞ മനുഷ്യസ്നേഹിയെ അദ്ദേഹത്തിന് കിട്ടിയ ഒരു തലോടലും ധൈര്യമുണ്ട്. അപ്പം നിങ്ങൾ ചിന്തിച്ച ഇന്നത്തെ ഈ കോഫി വിത്ത് ലൂക്കിൽ എല്ലാം തകർന്നു പോയ ഒരാളാണ്. കുടുംബം നഷ്ടപ്പെട്ടവരാണ്, പണം നഷ്ടപ്പെട്ടവരാണ്, ആരോഗ്യം നഷ്ടപ്പെട്ടവരാണ്. പക്ഷെ നിങ്ങളെയൊക്കെ മാറോട് ചേർത്ത് പിടിക്കാൻ അദൃശ്യമായ ഒരു കരം ദൈവം ചില ആളുകളെ അതാത് കാലഘട്ടങ്ങളിൽ വിളിക്കാറുണ്ട്.